കൂളംസ് ലോയിൽ നമ്മളൊരു എപ്സിലോൺ സീറോ പരിചയപ്പെട്ടിരുന്നു, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ബയോസോവാസ് ലോയിൽ നമ്മളൊരു പെർമിയബിലിറ്റിയെ പരിചയപ്പെട്ടു, അതായത് μ0, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഈ രണ്ട് ആളുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അതാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ടോപ്പിക് അത് തന്നെയാണ്, റിലേഷൻ ബിറ്റ്വീൻ എപ്സിലോൺ സീറോ ആൻഡ് μ0. എപ്സിലോൺ സീറോ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്, μ0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിനുവേണ്ടി രണ്ട് പേരുടെയും വാല്യൂസ് ഒന്ന് നമുക്ക് എടുത്തെഴുതാം. μ0 എന്ന് പറയുന്നത് 4π × 10⁻⁻⁷. ഞാൻ യൂണിറ്റ് എഴുതിയിട്ടില്ല, അതിൻ്റെ ആവശ്യം നമുക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിലില്ല. 1/4π എപ്സിലോൺ സീറോ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 9 × 10⁻9 ആയിരുന്നു. അതിൽ നിന്ന് എപ്സിലോൺ സീറോൻ്റെ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എപ്സിലോൺ സീറോന് ശരിക്കും ഒരു വാല്യൂ ഉണ്ട്, 8.85 × 10⁻12 ആണ് എപ്സിലോൺ സീറോൻ്റെ വാല്യൂ. പക്ഷേ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, എപ്സിലോൺ സീറോൻ്റെ വാല്യൂ 9 × 10⁻9 താഴേക്ക് കൊണ്ടുവന്ന് എപ്സിലോൺ സീറോയെ നേരെ മുകളിലേക്ക് കൊണ്ടുപോവുക, ആ രീതിയിൽ കണ്ടുപിടിക്കുന്നു. എപ്സിലോൺ സീറോ ഈസ് ഈക്വൽ ടു 1/4π × 9 × 10⁻9. 9 × 10⁻9 ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, എപ്സിലോൺ സീറോനെ ഞാൻ നേരെ മുകളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ μ0 ഈസ് ഈക്വൽ ടു 4π × 10⁻7. എപ്സിലോൺ സീറോ ഈസ് ഈക്വൽ ടു 1/4π × 9 × 10⁻9. രണ്ട് പേരെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, μ0 × എപ്സിലോൺ സീറോ. വാല്യൂസ് ഇട്ട് കൊടുക്കുക. μ0ൻ്റെ വാല്യൂ 4π × 10⁻7 ആണ്. എപ്സിലോൺ സീറോൻ്റെ വാല്യൂ 1/4π × 9 × 10⁻9 ആണ്. രണ്ടും കൂടി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ 4π × 9 × 10⁻9 വരും. ഇതിൽ 4π ക്യാൻസൽ ചെയ്ത് കളയും. ഇനി 10⁻⁻7 കിടക്കുന്നത് ന്യൂമറേറ്ററിലാണ്, ഞാൻ അതിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. ന്യൂമറേറ്ററിൽ കിടക്കുമ്പോൾ 10⁻7 ആയിരുന്നത് ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ 10⁻7 ആകും. 1/9 × 10⁻9 × 10⁻7. രണ്ട് പവറുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ μ0 എപ്സിലോൺ സീറോ ഈസ് ഈക്വൽ ടു 1/9 × 10⁻16 കിട്ടും. ഡിനോമിനേറ്ററിനെ എനിക്ക് ഒരു സ്ക്വയറിൻ്റെ ടേമിലാക്കിയിട്ട് എഴുതാം. μ0 എപ്സിലോൺ സീറോ ഈസ് ഈക്വൽ ടു 1/3 × 10⁻8 ഹോൾ സ്ക്വയർ. ഈ ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ വാല്യൂ തന്നെ കിട്ടും. 9, 3 സ്ക്വയർ 9 ആണ്, 10⁻8 സ്ക്വയർ 10⁻16 ആണ്. അതേ വാല്യൂ തന്നെ നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു കിട്ടും. μ0 എപ്സിലോൺ സീറോ ഈസ് ഈക്വൽ ടു 1/3 × 10⁻8 ഹോൾ സ്ക്വയർ. ഈ 3 × 10⁻8 നമുക്ക് വളരെ പരിചിതമായ ഒരാളാണ്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ വാക്വം, സി സ്ക്വയർ വന്നു. 3 × 10⁻8ന് പകരം ഞാൻ സി കൊടുത്തു, ഹോൾ സ്ക്വയർ ഉള്ളത് കാരണം സി സ്ക്വയർ വന്നു. ഇനി സി സ്ക്വയർ നിങ്ങൾക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം, μ0 എപ്സിലോൺ സീറോനെ നിങ്ങൾക്ക് റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ സി സ്ക്വയർ ഈക്വൽ ടു 1/μ0 എപ്സിലോൺ സീറോ. അതും അല്ലെങ്കിൽ സി ഈസ് ഈക്വൽ ടു റൂട്ട് എടുക്കുക, √1 തന്നെയാണ്, റൂട്ട് ഓഫ് μ0 എപ്സിലോൺ സീറോ. സി ഈസ് ഈക്വൽ ടു 1/√μ0 എപ്സിലോൺ സീറോ. ഇതാണ് നമ്മുടെ കയ്യിലുള്ള എപ്സിലോൺ സീറോയും μ0യും തമ്മിലുള്ള റിലേഷൻ. രണ്ടുപേരും റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആരോടാണ്? സി എന്ന് പറയുന്ന വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ വാക്വത്തിനോടാണ്. സി ഈസ് ഈക്വൽ ടു 1/√μ0 എപ്സിലോൺ സീറോ. ഇതാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസും പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്.